കൗമാരക്കാരിലെ ആർത്തവ പ്രശ്നങ്ങൾ. കണ്ണൂർ ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ പ്രസൂതിതന്ത്ര സ്ത്രീരോഗ വിഭാഗം പ്രൊഫസറും മേധാവിയുമായ ഡോക്ടർ ആശാ ശ്രീധർ സംസാരിക്കുന്നു. സ്ത്രീ ജീവിതത്തിൽ ബാല്യത്തിനും യൗവനത്തിനുമിടയ്ക്കുള്ള കാലഘട്ടമാണ് കൗമാരം. ശാരീരികമായും മാനസികമായും സങ്കീർണ പരിവർത്തനങ്ങൾ ഇക്കാലയളവിൽ നടക്കുന്നു. വ്യക്തിത്വം രൂപപ്പെടുന്ന കാലം കൂടിയാണ് കൗമാരപ്രായം. ലോകാരോഗ്യ സംഘടനയുടെ നിർവചനമനുസരിച്ച് കൗമാരപ്രായം എന്നത് 10 വയസ്സ് മുതൽ 19 വയസ്സ് വരെയുള്ള വളർച്ചാ വികാസ ഘട്ടമാണ്. ശാരീരിക വളർച്ചയോടൊപ്പം ലൈംഗിക വളർച്ചയും നടക്കുന്ന കാലമാണിത്. അതിൻ്റെ ഭാഗമായി പെൺകുട്ടികളിൽ ആർത്തവാരംഭവും കണ്ടുവരുന്നു. സാധാരണയായി ആർത്തവം ആരംഭിക്കുന്നത് 11 വയസ്സിനും 16 വയസ്സിനും ഇടയിലാണ്. എന്നാൽ ഇന്ന് പല പെൺകുട്ടികളിലും ആർത്തവാരംഭം വളരെ നേരത്തെ കണ്ടുവരുന്നു. അതായത് 9 വയസ്സിൽ 10 വയസ്സിൽ ഒക്കെ ആർത്തവാരംഭം കാണുന്നുണ്ട്. ജനിതക കാരണം കൊണ്ടും ആഹാര രീതി കൊണ്ടും ഒക്കെ ഇങ്ങനെ സംഭവിക്കാം. എങ്കിലും 9 വയസ്സിന് മുൻപ് ആർത്തവാരംഭം കാണുകയാണെങ്കിലും അതുപോലെ 16 വയസ്സായിട്ടും ആർത്തവാരംഭം കണ്ടില്ലെങ്കിലും ഒരു വിദഗ്ധ ഉപദേശം തേടേണ്ടതാണ്. സ്ത്രീ ശരീരത്തിലെ പ്രത്യുൽപാദന പ്രക്രിയ മാത്രമല്ല, സ്ത്രീ ശരീരത്തിന്റെ ആരോഗ്യ സൂചകം കൂടിയാണ് ക്രമമായി വരുന്ന ആർത്തവചക്രം. സാധാരണയായി ആർത്തവം 22 ദിവസം മുതൽ 35 ദിവസത്തിനുള്ളിൽ വരുന്നതും 3 മുതൽ 7 ദിവസം വരെ നീണ്ടു നിൽക്കുന്നതുമാണ്. ഇതിൽ നിന്ന് വ്യത്യസ്തമായി കാണപ്പെടുന്ന ഋതുചക്രം അനാരോഗ്യത്തെ സൂചിപ്പിക്കുന്നു. ജീവിത സാഹചര്യങ്ങളും ജീവിത രീതികളും മാറുന്ന ഈ കാലഘട്ടത്തിൽ കൗമാരപ്രായക്കാരായ പെൺകുട്ടികളിൽ ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങൾ കൂടി വരുന്നതായി കാണുന്നുണ്ട്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. ആർത്തവാരംഭത്തോടനുബന്ധിച്ച് ആദ്യ 2 വർഷങ്ങളിൽ ക്രമമായി ആർത്തവം വരണമെന്നില്ല. കൗമാരക്കാരായ പെൺകുട്ടികളെ വളരെയധികം അലട്ടുന്ന ഒരു പ്രശ്നമാണ് അമിത രക്തസ്രാവം. മാസത്തിൽ 1-ൽ കൂടുതൽ തവണ രക്തസ്രാവം കാണുക, 7 ദിവസത്തിലധികം രക്തസ്രാവം നീണ്ടു നിൽക്കുക, കട്ടകട്ടയായി രക്തം സ്രവിക്കുക, ഈ ലക്ഷണങ്ങൾ അമിത രക്തസ്രാവമായി കണക്കാക്കാം. ഇങ്ങനെയുള്ള പെൺകുട്ടികളിൽ തലകറക്കം, വിളർച്ച, ക്ഷീണം, കിതപ്പ്, നെഞ്ചിടിപ്പ് കൂടുക എന്നീ ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ അടിയന്തര ചികിത്സ തേടേണ്ടതാണ്. ഹോർമോൺ വ്യതിയാനം കൊണ്ടും ഭക്ഷണശീലങ്ങൾ കൊണ്ടും പലവിധ കാരണങ്ങൾ കൊണ്ടും അമിത രക്തസ്രാവം ഉണ്ടാകാം. ഇത് നിസ്സാരമായി കരുതാതെ കൃത്യമായ രോഗനിർണയം നടത്തി ചികിത്സ തേടേണ്ടതാണ്. രക്തസ്രാവം കൂടുതലായുള്ളവർ അമിതമായി ഉപ്പ്, എരിവ്, പുളി എന്നിവ ഭക്ഷണത്തിൽ ഒഴിവാക്കണം. അതുപോലെ ചിക്കൻ, പുളിപ്പുള്ള തൈര്, കോഴിമുട്ട, എള്ള്, മുതിര, അച്ചാറുകൾ, പനീർ, കൃത്രിമ പാനീയങ്ങൾ ഇവയെല്ലാം രക്തസ്രാവം കൂട്ടുന്ന ആഹാര പദാർത്ഥങ്ങളാണ്. അതിനാൽ തന്നെ അമിത രക്തസ്രാവമുള്ളവർ ഇവയൊക്കെ ഒഴിവാക്കണം. അമിത രക്തസ്രാവമുള്ളവർ രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ അളവ് കുറഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതുകൊണ്ട് തന്നെ ഇരുമ്പിന്റെ അംശം അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ, അതായത് ചീര, വാഴക്കൂമ്പ്, ബീറ്റ്റൂട്ട്, കോവയ്ക്ക, നെല്ലിക്ക ഇവയൊക്കെ ആഹാരത്തിൽ ഉൾപ്പെടുത്തണം. അമിത രക്തസ്രാവം പോലെ തന്നെ പ്രധാനമാണ് തീരെ രക്തം പോകാതിരിക്കുക എന്നുള്ളതും. 1-2 ദിവസം മാത്രം അല്പാൽപമായി രക്തം സ്രവിക്കുക, കറുപ്പു നിറത്തിലോ ബ്രൗൺ നിറത്തിലോ രക്തം പോകുക ഇവയൊക്കെയാണ് ലക്ഷണങ്ങൾ. പോഷകാഹാരക്കുറവ് ഒരു പ്രധാന കാരണമാണ്. നല്ല വിശപ്പുണ്ടാകുക എന്നത് പ്രധാനമാണ്. എങ്കിൽ മാത്രമേ കഴിക്കുന്ന പോഷകാംശം കൃത്യമായി ശരീരത്തിൽ ആഗിരണം ചെയ്യുകയുള്ളൂ. വിശപ്പുണ്ടാക്കുന്നതിനും ശരീരത്തിൽ ഹീമോഗ്ലോബിന്റെ അളവ് കൂട്ടുന്നതിനും കൃത്യമായ രക്തസ്രാവത്തിനും നിരവധി ഔഷധങ്ങൾ ചൂർണരൂപത്തിലും അരിഷ്ടരൂപത്തിലും ലേഹ്യരൂപത്തിലും ലഭ്യമാണ്. വൈദ്യോപദേശപ്രകാരം മാത്രം ശീലിക്കുക. ആർത്തവരക്തം കുറഞ്ഞവർ പപ്പായ, പൈനാപ്പിൾ, ഈന്തപ്പഴം, എള്ള്, എള്ളെണ്ണ, മുതിര, വെളുത്തുള്ളി ഇവയൊക്കെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. കൗമാരപ്രായക്കാരിൽ ഇന്ന് സർവ്വസാധാരണയായി കണ്ടുവരുന്ന മറ്റൊരു ആരോഗ്യ പ്രശ്നമാണ് പോളിസിസ്റ്റിക് ഓവേറിയൻ സിൻഡ്രോം അഥവാ PCOS. ഇന്ന് 9% കൗമാരപ്രായക്കാരായ പെൺകുട്ടികളിൽ ഈ അവസ്ഥ കണ്ടുവരുന്നു. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ പെൺകുട്ടികളുടെ അണ്ഡാശയത്തിൽ ഒട്ടനവധി പക്വതയില്ലാത്തതോ ഭാഗികമായി പാകമായതോ ആയ അണ്ഡങ്ങൾ ഉത്പാദിപ്പിക്കപ്പെടുകയും ക്രമേണ അണ്ഡാശയങ്ങളിൽ സിസ്റ്റുകൾ ആയി രൂപാന്തരം പ്രാപിക്കുകയും ചെയ്യുന്നു. ഇതോടനുബന്ധമായി ഉണ്ടാകുന്ന ഹോർമോൺ വ്യതിയാനം മൂലം 2 മാസം കൂടുമ്പോഴോ 3 മാസം കൂടുമ്പോഴോ 6 മാസം കൂടുമ്പോഴോ ഒക്കെയാവാം ആർത്തവം സംഭവിക്കുന്നത്. കൃത്യമായി അണ്ഡോൽപാദനം നടക്കാത്തതാണ് ഇതിന് കാരണം. സ്ത്രീ ശരീരത്തിലെ ഹോർമോൺ വ്യതിയാനമാണ് പ്രധാന കാരണമെങ്കിൽ കൂടി ജീവിതശൈലിയുമായി ഏറെ ബന്ധപ്പെട്ടിരിക്കുന്ന ഒരാരോഗ്യ പ്രശ്നം കൂടിയാണിത്.
ഇതുകൊണ്ട് തന്നെ ഇതൊരു ജീവിതശൈലി രോഗമായി കണക്കാക്കാം. അമിതവും അനാരോഗ്യകരവുമായ ഭക്ഷണശീലം, പോഷകാഹാരക്കുറവ്, വ്യായാമക്കുറവ് എന്നിവ ഈ രോഗാവസ്ഥയ്ക്ക് ഒരു പ്രധാന കാരണമാണ്. അന്നജം കൂടുതലടങ്ങിയ ഭക്ഷണം, അതായത് ചോറ്, അരിയാഹാരം, മരിച്ചീനി അഥവാ കപ്പ, കൊഴുപ്പ് കൂടുതലടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ, വറുത്തതും പൊരിച്ചതുമായ ഭക്ഷണം, മാംസാഹാരത്തിന്റെ അമിത ഉപയോഗം, പഞ്ചസാര, മധുരപാനീയങ്ങൾ, ശീതീകരിച്ച ആഹാരം, ബേക്കറി പലഹാരങ്ങളുടെ അമിത ഉപയോഗം ഇവയൊക്കെ ഈ രോഗാവസ്ഥയുടെ പ്രധാന കാരണമാണ്. ആർത്തവ ക്രമക്കേടുകൾ, അതായത് മാസമുറ കൃത്യമായി വരാതിരിക്കുക, വന്നാൽ തന്നെ അമിത രക്തസ്രാവം, ശരീരഭാരം കൂടുക, മുഖക്കുരു, അമിതമായ മുടികൊഴിച്ചിൽ, കഴുത്തിനു ചുറ്റും കറുപ്പ് നിറം കാണുക, രോമവളർച്ച ഇവയൊക്കെ PCODയുടെ ലക്ഷണങ്ങളാണ്. മെലിഞ്ഞ ശരീരപ്രകൃതക്കാരിലും ഈ അവസ്ഥ കണ്ടുവരുന്നുണ്ട്. ആയുർവേദ ശാസ്ത്രത്തിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള നഷ്ടാർത്തവം എന്ന രോഗാവസ്ഥയാണിത്. വന്ധ്യതയിലേക്കും നിരവധി ആരോഗ്യ പ്രശ്നങ്ങളിലേക്കും വഴിവെക്കാവുന്ന ഒരു രോഗാവസ്ഥയാണിത്. കൃത്യമായ രോഗനിർണയത്തിലൂടെയും ആയുർവേദ ചികിത്സയിലൂടെയും പൂർണ്ണമായി ഭേദമാക്കാവുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് നഷ്ടാർത്തവം അഥവാ PCOS. ആർത്തവത്തോടനുബന്ധിച്ചുണ്ടാകുന്ന വേദനയാണ് പെൺകുട്ടികളെ അലട്ടുന്ന മറ്റൊരു പ്രശ്നം. പൊതുവായി കൗമാരപ്രായക്കാരിൽ കാണുന്ന ആർത്തവ സംബന്ധമായ വേദനയ്ക്ക് പ്രത്യേകിച്ചൊരു ഗർഭാശയ രോഗവുമായി ബന്ധമുണ്ടാകാൻ സാധ്യതയില്ല. 1-2 ദിവസം നീണ്ടു നിൽക്കുന്ന വേദനയായിരിക്കും ഇത്. ദൈനംദിന കാര്യങ്ങളെ ഈ വേദന അലട്ടുന്നില്ല എങ്കിൽ മരുന്നു സേവയുടെ ആവശ്യമില്ല. ചിട്ടയായ ജീവിതശൈലി കൊണ്ടും ആഹാര രീതിയിലൂടെയും ലളിതമായ മരുന്നു സേവയിലൂടെയും മാറാവുന്നതേയുള്ളൂ. ഇത്തരക്കാരിൽ മലബന്ധം ഉണ്ടാകുകയാണെങ്കിൽ അത് മാറ്റേണ്ടത് അത്യാവശ്യമാണ്. എന്നാൽ ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന വേദന മറ്റെന്തെങ്കിലും കാരണം കൊണ്ടാവാം. കൃത്യമായ രോഗനിർണയത്തിലൂടെയും ഔഷധ സേവയിലൂടെയും ഇത് പരിഹരിക്കേണ്ടത് ആവശ്യമാണ്. പെൺകുട്ടികളെ സംബന്ധിച്ചാണെങ്കിലും സ്ത്രീകളെ സംബന്ധിച്ചാണെങ്കിലും ആർത്തവത്തിന് മുൻപുള്ള ഏതാനും ദിനങ്ങൾ ഏറെ ദുസ്സഹമാണ്. ഹോർമോൺ വ്യതിയാനം മൂലവും മറ്റു കാരണങ്ങളെ കൊണ്ടും ശാരീരികവും മാനസികവുമായ പല പ്രശ്നങ്ങളിൽ കൂടി അവൾ കടന്നുപോകേണ്ടതായി വരുന്നു. പെട്ടെന്ന് ദേഷ്യം വരിക, അകാരണമായി സങ്കടം വരിക, കൈകാൽ കഴപ്പ്, നടുവേദന, തലവേദന, ഛർദ്ദിക്കാൻ തോന്നുക, ക്ഷീണം, ശരീരവീക്കം അനുഭവപ്പെടുക തുടങ്ങിയ ലക്ഷണങ്ങൾ കാണാറുണ്ട്. എല്ലാവരിലും എല്ലാ ലക്ഷണങ്ങളും കാണണമെന്നില്ല. സാധാരണഗതിയിൽ പീരീഡ്സ് ആകുന്നതോടുകൂടി ഈ ലക്ഷണമെല്ലാം അപ്രത്യക്ഷപ്പെടും. പെൺകുട്ടികളുടെ ഈ ഒരു അവസ്ഥയെക്കുറിച്ച് കുടുംബാംഗങ്ങളും പൊതുസമൂഹവും ബോധവാന്മാരാകേണ്ടത് അത്യാവശ്യമാണ്. ഈ അസ്വാസ്ഥ്യങ്ങൾ കൂടുതലായി കാണുകയാണെങ്കിൽ തീർച്ചയായും വൈദ്യോപദേശം തേടുകയും ഔഷധ സേവയോടൊപ്പം തന്നെ യോഗ, ധ്യാനം ഇവ ശീലിക്കുന്നതും നല്ലതാണ്. ആർത്തവ ശുചിത്വം ഏറെ പ്രധാനമാണ്. അടിവസ്ത്രം ഈർപ്പം തട്ടുകയാണെങ്കിൽ ഉടൻ തന്നെ മാറ്റുകയും വൃത്തിയായി കഴുകി വെയിലത്തുണക്കിയെടുക്കുകയും വേണം. പാഡാണെങ്കിലും തുണിയാണെങ്കിലും മെൻസ്ട്രുവൽ കപ്പാണെങ്കിലും വൃത്തിയുള്ളതായിരിക്കണം. കൃത്യമായ ഇടവേളകളിൽ മാറ്റണമെന്നില്ലെങ്കിൽ കൂടി അത് ബ്ലഡ് നിറഞ്ഞു എന്ന് തോന്നുകയാണെങ്കിൽ മാറ്റേണ്ടത് അത്യാവശ്യമാണ്. എന്തായാലും 6 മണിക്കൂറിൽ കൂടുതൽ വച്ചിരിക്കാൻ പാടില്ല. മലമൂത്ര വിസർജനം കൃത്യമാക്കുക, ആവശ്യത്തിന് വെള്ളം കുടിക്കുക, മലബന്ധം ഒഴിവാക്കുക, കൈകളുടെ ശുചിത്വം പാലിക്കുക, ആരോഗ്യകരമായ ജീവിതശൈലി പിന്തുടരുക. ഇവയിലൂടെയൊക്കെ കൗമാരപ്രായക്കാരുടെ ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ തടയാൻ സഹായിക്കും. കൗമാരക്കാരിലെ ആർത്തവ പ്രശ്നങ്ങൾ കണ്ണൂർ ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ പ്രസൂതിതന്ത്ര സ്ത്രീരോഗ വിഭാഗം പ്രൊഫസറും മേധാവിയുമായ ഡോക്ടർ ആശാ ശ്രീധർ സംസാരിക്കുകയായിരുന്നു ഇതുവരെ. ഏഡിസ് ഈജിപ്റ്റി കൊതുകുകൾ പരത്തുന്ന ഡെങ്കു വൈറസ് മൂലമുണ്ടാകുന്ന രോഗമാണ് ഡെങ്കിപ്പനി. നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന വരയൻ കൊതുകുകൾ അഥവാ പുലിക്കൊതുകുകളാണ് ഇവ. കെട്ടിക്കിടക്കുന്ന ശുദ്ധജലത്തിലാണ് ഇത്തരം കൊതുകുകൾ മുട്ടയിട്ട് വളരുന്നത്. ഡെങ്കിപ്പനി പകരുന്നതെങ്ങനെ? രോഗമുള്ള ഒരാളെ കടിക്കുമ്പോൾ വൈറസുകൾ കൊതുകിന്റെ ഉമിനീർ ഗ്രന്ഥിയിലെത്തുകയും പിന്നീട് ആരോഗ്യമുള്ള മറ്റൊരാളെ കടിക്കുമ്പോൾ ഉമിനീർ വഴി രക്തത്തിൽ കലർന്ന് രോഗമുണ്ടാക്കുകയും ചെയ്യുന്നു. കൊതുക് വഴി മാത്രമേ ഡെങ്കിപ്പനി ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുകയുള്ളൂ. Shadha